മലപ്പുറത്തെ ഒരു 19-കാരി സ്വപ്നം കണ്ടതുപോലെ ആകാശത്ത് പറന്നുയരാൻ ഒരുങ്ങുകയാണ്. മറിയം ജുവാന എന്ന ഈ മിടുക്കി ഇതിനകം സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് നേടിക്കഴിഞ്ഞു. പള്ളിയിൽ ജോലി ചെയ്യുന്ന മതപണ്ഡിതനായ പിതാവ് ഉമർ ഫൈസിയും അമ്മ ഉമൈബാനും നൽകുന്ന പിന്തുണയാണ് മറിയം ജുവാനയ്ക്ക് പറന്നുയരാനുള്ള കരുത്ത്. CV അനുമോദിന്റെ റിപ്പോർട്ട്. മലപ്പുറത്തെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നും ആകാശം സ്വപ്നം കണ്ടു തുടങ്ങിയ ഒരു പെൺകുട്ടി ആകാശം സ്വപ്നം കാണുക മാത്രമല്ല അതിൻ്റെ അതിരുകൾ ഭേദിക്കാനായി പറന്നും തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് മറിയം ജുമാനെ പറ്റിയാണ്. മറിയം മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസ് ലഭിച്ച ഒരു മിടുക്കി കൂടിയാണ് ഈ 19-കാരി. ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. മലപ്പുറത്ത് നിന്നും ഒരു വനിതാ പൈലറ്റ് ഉയർന്നു വരുന്നു, അതും ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ നിന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്കുള്ള മറുപടി കൂടിയാണ് മറിയത്തിൻ്റെ ഈ കരിയറിലേക്കുള്ള കടന്നുവരവ്. നമ്മോടൊപ്പം മറിയവും കുടുംബവും ചേരുന്നുണ്ട്. ഒരുപാട് പേർക്ക് മോട്ടിവേഷനാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇതിനോടൊരു താല്പര്യം തോന്നിയത്? എന്താണ് ഈ പൈലറ്റ് എന്ന മേഖലയോടൊരു ഇഷ്ടം തോന്നാനുള്ള കാരണം? എനിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ജോബ്സ് ഒന്നും തീരെ താല്പര്യമില്ല. എനിക്ക് സ്ക്രീനുള്ള ജോബ്സ് ഒന്നും തീരെ താല്പര്യമില്ല. പിന്നെ എല്ലാ ജോബ്സ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും വർക്ക് ചെയ്യുക, ഇത്ര രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുക, ആ ഒരു ഇതാണല്ലോ. പൈലറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ഫ്ലൈയിങ് ഒന്നും കിട്ടുന്നില്ല, ഷെഡ്യൂൾ ഉണ്ടല്ലോ. അപ്പം പിന്നെ നമുക്ക് സ്കൈ കണ്ടാണ്ട് ഒരു ജോലി ചെയ്യുക എന്നുള്ള ഒരിതാണ്. പിന്നെ കോക്പിറ്റ് വ്യൂവും ആകാശമൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഒരു പൈലറ്റ് ചൂസ് ചെയ്തത്. ഇപ്പോൾ ഇങ്ങനൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ +2 കഴിഞ്ഞിട്ടാണല്ലോ ഇതിൻ്റെ ഒരു പഠനത്തിന് തുടക്കാവുന്നത്. എങ്ങനെയായിരുന്നു കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട്? ഞാൻ ആദ്യം പറഞ്ഞപ്പം വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഉപ്പ പറഞ്ഞു എക്സ്പെൻസീവ് ആണല്ലോ, നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഉമ്മ ഭയങ്കര പോസിറ്റീവായിരുന്നു. ഉമ്മ പറഞ്ഞു നമുക്കെന്തുകൊണ്ട് പറ്റിക്കൂടാ, അത് നമ്മളിതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യാഷൊക്കെ ഇങ്ങനെ വരും എന്ന് പറഞ്ഞു ഉമ്മ. അപ്പം ഉമ്മ ഒരു പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഉപ്പ കൂടെ സപ്പോർട്ട് ചെയ്തു, പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. എങ്ങനെയാണ് ഈ കോഴ്സിൻ്റെ ഒരു രീതി? നമ്മൾ ആദ്യം തിയറി കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ പ്രാക്ടിക്കൽ തുടങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ രണ്ടും പാടെ കമ്പൈൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ അത് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പ്രാക്ടിക്കലിൽ തന്നെ നമ്മൾ കുറേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇപ്പോൾ എൻജിൻ ഫെയിലർ ആയി എന്തൊക്കെ ചെയ്യണം, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം തിയറി ആദ്യം ചെയ്തിട്ട് പിന്നെ ഫ്ലൈയിങ് ചെയ്യണം. ഇതിന് പരിശീലനം, അതായത് എൻട്രൻസ് കോച്ചിങ് പോലത്തെ വല്ല കോച്ചിങ് എന്തെങ്കിലും ഉണ്ട് ഇത്തരം പരീക്ഷ ഈ അക്കാദമിയിൽ പ്രവേശനം നേടുന്നതിന് മുൻപ്? നമ്മൾ തിയറി അക്കാദമിയിൽ നമ്മൾ +1 +2 ഫിസിക്സ് ആൻഡ് മാത്സ് റിസൾട്ട് നോക്കിയിട്ടാണ് അവർ ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ ക്ലാസ് 2 മെഡിക്കൽ പാസ്സാവണം. അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞാൽ അതാണ് റിക്വയർമെൻറ്റ്, തിയറി അക്കാദമി ജോയിൻ ചെയ്യാനുള്ളത്. അതിനുശേഷം ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ അവർ ചോദിക്കും DGC എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ DGC എക്സാംസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അവർ ചോദിക്കും. ഉമ്മയ്ക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. മോള് ഇങ്ങനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. സ്വാഭാവികമായിട്ട് ഇവിടെ അത്ര പരിചയമില്ലാത്തൊരു ആഗ്രഹമാണുള്ളത്. എന്താണ് ഉമ്മയ്ക്ക് ആദ്യം തോന്നിയത്? വളരെ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ അവള് ഉയരത്തിൽ പറത്തി വന്നതല്ലേ, അപ്പോൾ ആ പറക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണല്ലോ. ഏതായാലും ഇത്രയും ഒരു ഉയരം കീഴടക്കാൻ അവൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം. വലിയ വെല്ലുവിളിയല്ലേ? അതിന് എൻ്റെ മേത്ത് കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വിറ്റ് പിന്നെ കുറികളൊക്കെ വെക്കും. കുറിയൊക്കെ ഇവിടെ പള്ളീൻ്റെ കീഴിൽ കുറച്ച് കുറികളൊക്കെ ഉണ്ട്, അതിന് കിട്ടും, അത് അതിലേക്ക് വിൽക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കുടുങ്ങുമ്പോൾ ആരോടെങ്കിലുമൊക്കെ വായ്പ വാങ്ങും, പൈസ ഉണ്ടാകുമ്പോൾ തിരിച്ചു കൊടുക്കും. എന്താണ് ഉപ്പയ്ക്ക് ശബ്ദത്തിൽ പോയിരിക്കാന്ന് അറിയാം, എന്നാലും എന്താണ് മോള് ഇങ്ങനെ ഒരു അംഗീകാരത്തിലേക്ക് അവളെ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ തോന്നുന്നത്? ഉപ്പാക്ക് മക്കളെ പഠിപ്പിക്കാൻ എന്നും താല്പര്യമാണ്. പക്ഷെ ഇങ്ങനെയുള്ളൊരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത് അപ്രതീക്ഷിതമാണ്. ഞാൻ പ്രതീക്ഷിതല്ല എങ്കിലും മോള് സ്വയം കണ്ടെത്തിയൊരു മേഖല ആ താല്പര്യത്തിനൊപ്പം നിന്നു പ്രോത്സാഹിപ്പിച്ചു. അതിൻ്റെ പിറകിൽ സാമ്പത്തിക ബാധ്യതകളൊക്കെ വരുമെന്ന് അറിയാമെങ്കിലും അത് വൈഫിൻ്റെ പ്രത്യേക പ്രോത്സാഹനം കൂടി ആയപ്പോൾ അങ്ങോട്ട് അതിന് ഒരുമിച്ച് നീങ്ങിയതാണ്.
അങ്ങൊരു മത പണ്ഡിതൻ കൂടിയാണ്. പലരും ഈ മലപ്പുറത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈ മുസ്ലിം പെൺകുട്ടികളെ പഠിത്തത്തിനൊന്നും അധികം വിടാത്ത ഒരു ജില്ല എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ മറിയം തന്നെ എല്ലാവർക്കും ഒരു മാതൃകയാവുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ മനോഭാവം മാറുന്നുണ്ടല്ലേ? കാലോചിതമായ വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം നൽകണം. ആത്മീയ വിദ്യാഭ്യാസവും ആത്മീയ സാഹചര്യവും നമ്മുടെ വീട്ടിൽ ഒരുക്കണം. അതോടൊപ്പം എത്ര ഉയരാൻ സാധിച്ചാലും അതിനുവേണ്ടി ശ്രമിക്കണം. അപ്പോൾ ആ നിലക്ക് മക്കളെ മനസ്സ് ഞാൻ വായിച്ചു ആദ്യം. അൽഹംദുലില്ലാഹ് എൻ്റെ മക്കൾക്ക് യാതൊരു ഡോക്ടറാണല്ലോ അല്ലേ? ഒരാൾ ഡോക്ടറാണ്, പിന്നെ ഒരാൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്. അപ്പം മക്കളെ പഠിപ്പിക്കണം താല്പര്യക്കാരാണ് ഞാൻ. ഏത് മേഖലയിലേക്ക് എത്തണം എന്നുള്ള അവർ തന്നെ തീരുമാനിച്ചതാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ? നമ്മൾ ഒരു ആഗ്രഹം പറയുമ്പോൾ അതിന് കൈമൈ മറന്ന് ഒപ്പം നിൽക്കുന്ന അച്ഛനും അമ്മയും ഉമ്മയും അല്ലേ? അതെ അതെ, തീർച്ചയായും പാരന്റ്സ് സപ്പോർട്ടീവ് ആണെങ്കിൽ മാത്രം നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റും. ഒരു ലൈസൻസ് പൂർണ്ണമായി ഇതിൽ കിട്ടുക മേ ബി 1.5 years or 2 years അങ്ങനെ. എന്താണ് ഇനി ബാക്കിയുള്ള സ്വപ്നം? ബാക്കിയുള്ള സ്വപ്നം എനിക്ക് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടുക, അതായത് 200 hours കംപ്ലീറ്റ് തീർക്കുക, ദെൻ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുക. അതാണ് ഇപ്പോഴത്തെ. എന്താണെങ്കിലും എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാവട്ടെ. മലപ്പുറത്തിന്റെ അടയാളമാവുകയാണ് ഈ പെൺകുട്ടി. മാറുന്ന മലപ്പുറത്തിന്റെ അടയാളമായി മറിയം ജുവാന മാറുമ്പോൾ അത് ഈ നാട് മുഴുവൻ ആഘോഷിക്കുകയാണ്, അവർക്കൊപ്പം നിൽക്കുകയാണ്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18.